ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബാലകൃഷ്ണയുടെ ദാക്കു മഹാരാജ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ആ ഒരു ഫിലിം കാണാനിടയായത്. ഒരുപക്ഷെ ഞാൻ കാണുന്ന ആദ്യത്തെ ബാലകൃഷ്ണ ചിത്രവും അത് തന്നെയായിരിക്കും. കാരണം ഇതിനു മുമ്പൊക്കെ അദ്ദേഹത്തെ പലരും ഇങ്ങനെ ഈ റോസ്റ്റ് ചെയ്ത് ട്രോൾ ചെയ്യുന്ന വീഡിയോസിലൂടെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. കേട്ടറിവും കണ്ടറിവും മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടം കാണാനിടയായത്. അതും അത്യാവശ്യം മികച്ച ഒരു സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് റീലോട്ട് മീഡിയയിലൊരു റോസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് മറ്റുള്ള റിവ്യൂവേഴ്സ് ഇങ്ങനെ പരാമർശിക്കുന്ന മറ്റ് വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ടായി. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഒരിക്കലും നമുക്കതിനെ കീറിമുറിച്ച് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ. പിന്നെ ഇത് ഇന്നലെ കണ്ടതിന് ശേഷം എനിക്ക് എന്തായാലും ഇതൊരു മികച്ചൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ആവറേജ് അല്ല, ഒരു എബോവ് ആവറേജും അല്ല. നമ്മുടെ പുഷ്പ 2-നേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസാണ് ഇതിൻ്റെ മിക്ക പടത്തിലെ ഒരു ഫോർമാറ്റ് എങ്കിൽ ഇതിലാണ് ഈ കറക്റ്റ് ഒരു കറക്റ്റ് മാസ് മസാല ഒരു ആക്ഷൻ ത്രില്ലറാണ് നമുക്ക് പറയേണ്ടി വരും. ഇതിൽ മറ്റ് ഫിലിം അപേക്ഷിച്ച് അദ്ദേഹം സബ്റ്റിലായിട്ടുള്ളൊരു ആക്ടിങ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവായിരുന്നെങ്കിലും അദ്ദേഹം അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ചെയ്തു എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ ലൂസിഫറിലെ PK രാംദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരാൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹവും വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ ബോബി ഡിയോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ ഇതിൽ വില്ലനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം പല ടൈമിലും ബോബി ഡിയോൾ അങ്ങനെ സ്കോർ ചെയ്ത് പറയുന്നത് കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഗൂസ് ബമ്പിങ്ങാണ്. വില്ലനാണ്, പക്ഷേ ബോബി വില്ലനായിട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ അത് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം 90s അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഒരു ഹീറോ, ഇപ്പോഴും നമ്മുടെ ബാലയെ ചെയ്ത പോലത്തെ രക്ഷകൻ ഫോർമാറ്റിലുള്ള ഒരു കഥ ആ ടൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോൾജിയർ ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ വിജയുടെ വില്ലിൻ്റെ സെയിം സ്റ്റോറിയാണ്. പക്ഷേ വില്ല് രണ്ടാമതിറങ്ങിയാണ്, അതിൻ്റെ റീമേക്കായിട്ട് ഇറങ്ങിയാണ്. പക്ഷെ അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല. സോൾജിയർ ഒരു പെർഫെക്റ്റ് ആക്ഷൻ മൂവിയാണ്. പിന്നെ ഗുപ്ത ആണെങ്കിലും അങ്ങനെ 90s അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഹിറ്റ് മൂവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിട്ട് മാറിയതാണത്. അപ്പോൾ അത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ആക്ടറാണ് ബോബി ഡിയോൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് ഈക്വലായിട്ട് നായകനോടൊപ്പം തന്നെ നമ്മൾ കട്ടയ്ക്ക് ഈക്വലായിട്ട് പിടിച്ചിരുന്ന ഒരു വില്ലൻ നമുക്ക് പറയേണ്ടി വരും. കാരണം മിക്ക സിനിമകളിലും നമ്മൾ ആ ഒരു ഫോർമാറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ വില്ലൻ തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ബോബി ഡിയോളിൻ്റെ ആ സ്റ്റൈലും കോസ്റ്റ്യൂമൊക്കെ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഇമേജ് ക്വാളിറ്റി നല്ല വിഷ്വലി സ്റ്റണ്ണിങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അത് കാണുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ടോപ്പോഗ്രഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാം. നല്ല തിയേറ്ററിൽ പോയി നമ്മൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു ചിത്രമാണെന്ന് പലപ്പോഴും തോന്നിപ്പോയി. പിന്നെ ഇമോഷണൽ കണക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ ബാലയാണെങ്കിലും ആ കൊച്ചിനോടുള്ളൊരു സ്നേഹം, ആ ഒരു ബോണ്ടിങ്, ഒരു ഫാദർലി ഒരു ഫിഗറായിട്ടാണ് അതിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. സോ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി.